വാർഷിക മഹാസമ്മേളനത്തിൻ്റെ പ്രഖ്യാപനം നടത്തിയ പ്രിയപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളുടെ പ്രിയപുത്രൻ സെയ്ദ് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ നമ്മോടുകൂടെ ചേരുന്നുണ്ട്. തങ്ങൾ എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? മാഷാ അല്ലാ, നമ്മുടെ സമ്മേളനം ലോക മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ വലിയ പ്രചാരണവും ചർച്ചയായും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നമുക്ക് സന്തോഷമുള്ളൊരു വേറൊരു കാര്യം ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു ആവേശക്കടൽ കണ്ട സമയത്ത് എന്താണ് തോന്നിയത്? ഉപ്പ പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനം, ഈ സമയത്ത് ഉപ്പയെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ടാവില്ലേ? ഇതെന്ന് വെച്ചാൽ നമുക്കറിയാലോ, സമസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഔലിയാക്കളും അതുപോലെ തന്നെ മഹാന്മാർ, വലിയ വലിയ പണ്ഡിതന്മാർ, ഇവരുടെയൊക്കെ ബർക്കത്തും കറാമത്തും ഒക്കെ ഉള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അതിങ്ങനെ പ്രകടമായിക്കൊണ്ടേയിരിക്കും. തങ്ങൾ നമ്മുടെ പതാക ഉയർത്തലിൻ്റെ അന്ന് വന്ന കാര്യം നമുക്കറിയാം. അതിനുശേഷം ക്യാമ്പും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ക്യാമ്പിൻ്റെ ഒരു എക്സ്പീരിയൻസ്? നമ്മൾ ഏറ്റവും വലിയ രണ്ട് എക്സ്പീരിയൻസ് ആണ്. ഒന്ന് നമ്മുടെ എക്സ്പോ ശരിക്കും വേറിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രത്യേകിച്ച് സഹോദരിമാർ, അതുപോലെ തന്നെ അവിടെ വന്ന ആളുകൾക്ക് കുറേ ചരിത്രവും കാര്യങ്ങളൊക്കെ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ എക്സ്പോ ഒരു 4 ദിവസം കൂടി നീട്ടണമെന്നായിരുന്നു കുറേ ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ക്യാമ്പ് നമുക്കറിയാം, വേൾഡ് റെക്കോർഡ് തലത്തിലേക്കാണ് നമ്മുടെ ക്യാമ്പ് വീക്ഷിച്ചിട്ടുള്ളത്. കുറേ രാഷ്ട്രീയ നേതാക്കന്മാർ, അതുപോലെ തന്നെ കുറേ സ്കോളേഴ്സ്, അതുപോലെ തന്നെ പ്രൊഫഷണലായിട്ടുള്ള ആളുകൾ, അങ്ങനെ വിവിധ കാറ്റഗറിയിലുള്ള ആളുകളൊക്കെ ക്യാമ്പ് സന്ദർശിച്ചിട്ടുണ്ട്. വലിയ അഭിപ്രായമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെയൊക്കെ ആയുസ്സിൽ നമ്മളാരും കാണാത്ത, കേരളത്തിലുള്ള ആരും കാണാത്ത ഒരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഒരു മനുഷ്യ ആയുസ്സിൽ ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അല്ലേ അങ്ങനെ? തീർച്ചയായും. ഇൻഷാ അല്ലാഹ്.